പറയുന്നത് FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടാണ്. FCRA ഭേദഗതി ബില്ലിൻ്റെ 2010 അമെൻമെൻ്റാണ്. മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന 2010 അമെൻമെൻ്റാണിത്. ഈ അമെൻമെൻ്റ് പ്രകാരം ഇപ്പോൾ അപകടകരമാണ്, അല്ലെങ്കിൽ സഭയ്ക്ക് അല്ലെങ്കിൽ NGOസിന് ദോഷകരമാണ് എന്ന് പറയുന്ന സെക്ഷൻ 15 ക്ലോസ് 1 ഞാൻ വായിക്കാം. The foreign contribution and assets created out of the foreign contribution in the custody of every person whose certificates has been cancelled under section 14 shall vest in such authority as may be prescribed. ഇതേ കാര്യം KC വേണുഗോപാലും ഈ പറയുന്ന ജോസ് കെ മാണിയും കൊടിക്കുന്നിൽ സുരേഷും ഇവരൊക്കെ പാർലമെൻറ്റിൽ MPമാരായിരിക്കുമ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണിത്. ഈ നിയമത്തിൽ ഇതെങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളതിൻ്റെ വിശദീകരണം മാത്രമാണ്. ഇപ്പോൾ ഇവർ ഈ സമയത്ത് ഇതൊന്നും കണ്ടില്ലായിരുന്നു, അതോ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ഇവരില്ലായിരുന്നോ? എന്താ ഇവർ പറയുന്നത്? അപ്പം സഭയെ മോശമാക്കാൻ, സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക. ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം FCRA എന്ന് പറയുന്ന റിലീജിയസ് ലോ അല്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകണം. രണ്ട്, ഇത് ക്രൈസ്തവ സഭയെ മാത്രമല്ല, ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെ ബാധകമാകുന്ന നിയമമാണ്. ഇത് ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. ഇതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. രണ്ട്, ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഈ സമയത്ത് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേട്ടോ കോൺഗ്രസിന്. ഈ ബില്ല്, ഈ ഭേദഗതി നിയമം വന്ന സമയത്ത് കേരളത്തിന് 8 കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിനുള്ള സമയത്താണ് ഈ ഭേദഗതി പാസ്സാക്കിയത്. സെക്ഷൻ 15 ക്ലോസ് 1 നിങ്ങൾക്ക് എല്ലാവർക്കും കോപ്പി ഞാൻ തരാം, നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കാമോ. രണ്ട്, ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അല്ല, പിതാവ്, ഞാൻ എൻ്റെ അപ്പനേക്കാൾ ബഹുമാനിക്കുന്ന ആളാണ് കല്ലറങ്ങാട്ട് പിതാവ്. പിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ പിതാവ് എന്തു പറഞ്ഞാലും ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് പോലും ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് ആണ് ഞാൻ എൻ്റെ പാർട്ടിയോട് സമ്മതം അറിയിച്ചത്. അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ഇതിനെ ഒളിച്ചും പാത്തുമുള്ള നിലപാടെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒളിച്ചും പാത്തും ഫോൺ വിളിച്ചും മഠത്തിൽ പോയി ഒന്നും നിലപാട് സ്വീകരിക്കണം. സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഏത് മുന്നണിയാണ്, ഏത് പാർട്ടിയാണ് സഭയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആ സഭ പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി എന്ത് നിലപാടാണ് സഭയ്ക്ക് വേണ്ടിയും സഭാ വിശ്വാസികൾക്ക് വേണ്ടിയും ചെയ്തതെന്ന് പൊതുവായും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഒരു നിലപാടിനെ അങ്ങേയറ്റം ഞാൻ സന്തോഷത്തോടു കൂടി കാണുകയാണ്. ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അതിനെ ബഹുമാനിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. രണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BJP വരുന്നതിന് മുമ്പ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും സ്വീകരിച്ച നിലപാടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിതാവിനെതിരെ എടുത്ത 8 കേസുകളും, പിതാവിനെ തുറുങ്കിലടയ്ക്കണമെന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതാവുമായി നിൽക്കുന്ന VD സതീശൻ്റെ പ്രസ്താവനയും, അന്ന് പിതാവിന് അനുകൂലമായി BJPയും RSS സ്വീകരിച്ച നിലപാടാണ് എന്നെപ്പോലെയുള്ളവർ BJP എന്ന് ചിന്തിച്ചു തുടങ്ങാനുള്ള പ്രഥമദൃഷ്ടിയുള്ള കാരണം. അതെന്നെ BJP എന്ന് ചിന്തിക്കാൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ BJP ചേരാൻ കാരണം. പക്ഷേ അന്ന് ഇടതുപക്ഷവും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ടെന്ന് കുറവലങ്ങാട് പള്ളിയിൽ ഇന്ന് പ്രസംഗിച്ച അതേ പള്ളിയിൽ പിതാവ് പറഞ്ഞപ്പോൾ പിതാവിനെതിരെ ആക്രോശിക്കുകയും പിതാവിനെതിരെ പ്രകടനം നടത്തുകയും പിതാവിൻ്റെ രൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ CPM ഇടതുപക്ഷവും ഇടതുപക്ഷത്തോടൊപ്പം ഉള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അതുകൂടാതെ അവരാണ് 8 കേസുകൾ പിതാവിനെതിരെ എടുത്തത്. ഇടതുപക്ഷമാണ്. കോൺഗ്രസ് എടുത്ത നിലപാടെന്താണ്? VD സതീശൻ പിതാവിനെ തുറുങ്കിലടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലൊക്കെ ഇനി ഒരിക്കലും ഈ 2 മുന്നണിയിൽ നിന്നും ക്രൈസ്തവരായ ആളുകൾക്ക് നീതി കിട്ടില്ല എന്നുള്ള ചിന്ത ഉടലെടുത്തത് പിതാവിനെതിരെ നടന്ന അക്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ BJP എന്നുള്ള, അല്ലെങ്കിൽ അന്ന് ആ നിലപാട് സ്വീകരിച്ചത്, അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം BJPയും അതിന് പിന്തുണ നൽകിയത് RSSുമായിരുന്നു. പിന്നെ PC ജോർജ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ പിതാവ് പറഞ്ഞ ആ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിക്കണം.
പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് കോൺഗ്രസ് നമ്മളോട് ചെയ്തത് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ചെയ്തതെന്നും കൂടി നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വഖഫ് ബില്ല് വന്ന സമയത്ത്, വഖഫ് ഭേദഗതി ബില്ല് വന്ന സമയത്ത് കേരള കത്തോലിക്ക സഭ കേരളത്തിലെ എല്ലാ എംപിമാർക്കും കത്തയച്ചിരുന്നു വഖഫ് ബില്ലിനെ എതിർക്കാൻ പാടില്ല, പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവർ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. പക്ഷെ അതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതുപോലെ FCRയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു FCR ഉണ്ടായി? ഇന്ത്യയിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു അമേരിക്കൻ പൗരൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ വഴി മണിപ്പൂർ കലാപത്തിന് പണമെത്തി എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോയി. ഇതെൻ്റെ മാത്രം അറിവാട്ടോ, ഒഫീഷ്യലല്ല. ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോയി എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ സർക്കാർ ദേശസുരക്ഷയെ തണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനത്തെ പോലും സഭയ്ക്കൊരു ആകുലതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ വലിയ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് FCR ബില്ല് മാറ്റിവെച്ചത്. സഭയുമായിട്ട് ചർച്ച ചെയ്യാനും സഭയുടെ ആകുലതകൾ കേൾക്കാനും മന്ത്രി കിരൺ റിജിജുവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ചർച്ചകളുമായി മുമ്പോട്ട് വരും. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ നമ്മളൊന്ന് ഒരു 2 പതിറ്റാണ്ട് കാലം ഒന്ന് പുറകോട്ട് പരിശോധിച്ചാൽ ക്രൈസ്തവരോട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള മഹത്തരമായ കാര്യങ്ങൾ, ഒന്ന് 2010 ഇപ്പോൾ ഈ പറയുന്ന FCR ബിൽ, 2013 ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ട്. ഇന്ന് മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ക്രൈസ്തവ സഭയിൽ നിന്നും ആളുകൾ ഏറ്റവും കൂടുതൽ വിദേശത്തായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം ആ കസ്തൂരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വലിയ പ്രതിസന്ധിയാണ്. അത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജോസ് കെ മാണി വലിയ ക്രൈസ്തവ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അവർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷമല്ലേ 2009 ചർച്ച ആക്ട് കൊണ്ടു തുടങ്ങിയത്. അന്നും വലിയ എതിർപ്പിനെ തുടർന്നല്ലേ മാറ്റിവെച്ചത്. 2019 രണ്ടാമത് അതിന് ശ്രമം ഉണ്ടായി. അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. 80-20 അനുപാതം, VD സതീശൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ 80-20 അനുപാതത്തിനെതിരെ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന കേസ് പിൻവലിക്കുമെന്ന് പറ. അത് ആരാ കേസ് നടത്തുന്നത്? സംസ്ഥാന സർക്കാർ കേസ് നടത്തുന്നു. അതിനെ സർവകക്ഷി യോഗം പിന്തുണച്ചു. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസും CPM ഒരേ നിലപാടെടുത്തു. ആ നിലപാട് സ്വീകരിച്ച ആരാണ്? അപ്പം അവിടെ 80-20 അനുപാതത്തിനെതിരെ ജനസംഖ്യ ആനുപാതികമായി ഇത് മൈനോറിറ്റി അവകാശങ്ങൾ വീതം വെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ കോൺഗ്രസും CPM ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാണ്. ക്രൈസ്തവരോട് കാണിച്ച വലിയ സ്നേഹമാണ്. അതുപോലെ KT ജലീൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ KT ജലീൽ മന്ത്രിയായിരുന്ന സമയത്ത് മൈനോറിറ്റി കമ്മീഷനിൽ എയ്തർ ഓർ എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെയർമാൻ ഒരു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ വൈസ് ചെയർമാൻ മറ്റൊരു വിഭാഗത്തിൽ നിന്ന്. അത് കേരള നിയമസഭയിൽ നിന്നും വളരെ എളുപ്പത്തിൽ എടുത്തു കളഞ്ഞപ്പോൾ ഇവരാരും ചോദിക്കാനില്ലായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കേരള നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് പ്രമേയം പാസാക്കി. ഇനി സ്വയംസിദ്ധ സ്കൂളിൽ ഹിജാബ് പ്രശ്നമുണ്ടായി. ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും, ഇവിടുത്തെ മുഴുവൻ സൈബർ മീഡിയയും, ഇവിടുത്തെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒരുമിച്ച് ആക്രമിച്ചു. ഈ പറയുന്ന ഒരു നേതാക്കന്മാരെ അവിടെ കണ്ടില്ലല്ലോ. ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന രമേശ് ചെന്നിത്തലയോ VD സതീശനെയോ IB ഈഡനെയോ, സ്വന്തം MP അല്ലേ IB ഈഡൻ, ഇന്ന് എവിടെയായിരുന്നു IB ഈഡൻ? മുനമ്പത്ത് എവിടെയായിരുന്നു? മുനമ്പം വിഷയം ഉണ്ടായപ്പോൾ IB ഈഡൻ എവിടെയായിരുന്നു? ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മറക്കരുത്. പെട്ടെന്നൊരു സ്നേഹം അവിടെ വന്നിട്ട് എന്താ ചെയ്തത്? അവിടെ പോയി SDPക്കാരൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇത് RSS ഉണ്ടാക്കിയ പ്രശ്നമാണ്, നിങ്ങൾ ഇടപെടുന്നത്. ആ മഠത്തിൽ പോയി മര്യാദ പറയാനോ ആ സ്കൂൾ തുറപ്പിക്കാനോ അല്ല നോക്കിയത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ നിലകൊള്ളുക തന്നെ ചെയ്യും. പക്ഷേ നമുക്ക് ദുഃഖകരമായ കാര്യം, ഇതിനൊക്കെ സഭയ്ക്കുള്ളിലെയും ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നു എന്ന് പറയുന്നത് ദുഃഖകരമാണ്. ദീപികയ്ക്കെതിരെ ഞാൻ എടുത്ത നിലപാട്, ഞാൻ ഒരടി പോലും പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ നിലപാട് തന്നെയാണ്. ദീപികയെ കോൺഗ്രസ് നിയന്ത്രിക്കുന്ന സാഹചര്യം KC വേണുഗോപാലും ദീപികയുടെ അസിസ്റ്റന്റ് ചീഫ് എഡിറ്റർ നമ്മുടെ ജോർജ് കള്ളുവേലിലും ദീപികയിലെ എഡിറ്റോറിയൽ ബോർഡും കൂടി, ഇവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് ദീപികയുടെ മുഖപത്രം എഴുതിയാൽ അത് സഭയുടെ മുഖപത്രമാണ് എന്ന് അംഗീകരിക്കാൻ
ബുദ്ധിമുട്ടുണ്ട്, ഒരു സംശയം വേണ്ട. കാരണം കർണാടക സർക്കാരിൻ്റെയും അതുപോലെ നമ്മുടെ ഹിമാചൽ സർക്കാരിൻ്റെയും അതുപോലെ നമ്മുടെ തെലുങ്കാന സർക്കാരിൻ്റെയും പരസ്യങ്ങൾ മേടിച്ചുകൊണ്ട് ദീപികയെ കോൺഗ്രസിന് വേണ്ടി വിൽക്കാൻ തയ്യാറായാൽ അത് ക്രൈസ്തവ സഭ അംഗമെന്ന നിലയിൽ, ബി ജെ പിക്കാരനെന്ന നിലയിലല്ല കേട്ടോ, ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കത് പറയാൻ കഴിയില്ല. പക്ഷേ ക്രൈസ്തവ സഭ അംഗമെന്ന നിലയിൽ ദീപിക ആ നിലപാട് സ്വീകരിച്ചാൽ അത് തുറന്നു പറയേണ്ടത് എൻ്റെ കടമയാണ്, ഞാനത് പറയുക തന്നെ ചെയ്യും. അതുപോലെ റബ്ബർ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വിഷയങ്ങളൊന്നാണ്. ആരാണ് റബ്ബറിനെ ഈ തരുന്ന അവസ്ഥയെ കൊണ്ട് എത്തിച്ചത്? ഇവിടെ സിന്ദാബാദ് വിളിക്കുന്ന ഇപ്പോഴും റബ്ബർ കർഷകർ ഇപ്പോഴും കോൺഗ്രസ് സിന്ദാബാദ് വിളിക്കുന്നവരുണ്ട്, ഇടതുപക്ഷത്തിന് സിന്ദാബാദ് വിളിക്കുന്നവരുണ്ട്. ആരാണ് കൊണ്ട് റബ്ബറിനെ ഈ നിലയിൽ എത്തിച്ചത്? 1991-ലും 98-ലും UPA ഗവൺമെൻറ് ഒപ്പുവെച്ച ഘാട്ട് കരാറിൽ 40% വരെ ആക്കാമായിരുന്ന റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ റബ്ബർ കമ്പനികളുടെ നിന്ന് കാശ് വാങ്ങി 25% നിജപ്പെടുത്തിയതാണ് റബ്ബറിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. പല പ്രാവശ്യം പല രീതിയിൽ നമ്മൾ ബന്ധപ്പെട്ടു. ഒരു കാരണവശാലും റബ്ബറിൻ്റെ ഇറക്കുമതിയെ നിയന്ത്രിക്കാൻ ഘാട്ട് കരാറിൽ ഒപ്പിട്ട് ഒരു രാജ്യത്തിന് അവകാശമില്ലാത്തതാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ റബ്ബറിന് ഇത്തരത്തിലുള്ളൊരു കഷ്ടതയ്ക്ക് കാരണം. ഇവർ സഹായിച്ച റബ്ബർ കമ്പനികൾക്ക് 1998-ൽ, നിങ്ങളൊന്ന് ഞാൻ പറയാതെ തന്നെ പേര് നിങ്ങൾക്കറിയാം, 1998-ൽ ആ റബ്ബർ കമ്പനിയുടെ ഷെയർ വാല്യൂ എത്രയായിരുന്നു, 2026-ൽ ആ കമ്പനികളുടെ ഷെയർ വാല്യൂ എത്ര നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആ 28 കൊല്ലം കൊണ്ട്, ഈ കഴിഞ്ഞ 28 കൊല്ലം കൊണ്ട് ഓരോ റബ്ബർ കർഷകനും കടക്കണിയിലായി, മക്കളുള്ളവർ വിദേശത്തും പോയി. ആ സമയം കൊണ്ട് ഇന്ത്യയിലെ റബ്ബർ കമ്പനികളുടെ, ടയർ കമ്പനികളുടെ ഷെയർ വാല്യൂ കഴിഞ്ഞ 28 വർഷത്തിനിടയിൽ 1000 മടങ്ങ് വർദ്ധിച്ചു. കർഷകർ പട്ടിണിയായ ഈ സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്ത സഹായം കൊണ്ട് ടയർ കമ്പനികളുടെ ഷെയർ വാല്യൂ 1000 മടങ്ങ് വർദ്ധിച്ചു. ഇതാണ് കോൺഗ്രസ് ക്രിസ്ത്യാനിക്ക് ചെയ്ത സേവനം. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത്, കോൺഗ്രസ് പറയുന്ന വാക്കുകളെ, കോൺഗ്രസ് ഇന്നലെ മിനിങ്ങാന്നു എന്തൊരു സ്നേഹമാണ് ക്രൈസ്തവ സഭയോട്. ഇതൊന്നും വഖഫ് ബില്ല് വന്നപ്പോൾ കണ്ടില്ലല്ലോ, ഇതൊന്നും കല്ലറങ്ങാട്ട് പിതാവിനെ ആക്രമിക്കാൻ STPക്കാരങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലല്ലോ. ഞങ്ങളുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും. തെറ്റ് ആർക്ക് പറ്റിയാലും തിരുത്തപ്പെടേണ്ടതാണ്. എനിക്ക് അത് പറയാൻ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എനിക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞാനും സഭയും പിതാക്കന്മാരും ഇവരെല്ലാവരും കൂടുന്നതാണ് ക്രൈസ്തവ സഭ. ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരമാണ്. അതിനകത്ത് പുഴുക്കൊത്തുകളുണ്ടായാൽ അത് നീക്കം ചെയ്യാൻ പിതാക്കന്മാരെ പോലെ, അച്ഛന്മാരെ പോലെ, വൈദികരെ പോലെ, സന്യസ്തരെ പോലെ തന്നെ എനിക്കും ബാധ്യതയുണ്ട്. എനിക്ക് എൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, അതിനപ്പുറത്ത് എനിക്ക് സഭയോടും കടമയുണ്ട്. ആ കടമ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നലെയുമെല്ലാം സഭയുടെ പിതാക്കന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ മിക്കവാറും സഭയുടെ മേലധ്യക്ഷന്മാരെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉള്ളിലെ വിഷമം എന്താണ്? ഞാൻ തലയിൽ ആനാമണ്ഡം വീണ ഒരു സത്യക്രിസ്ത്യാനിയാണ്, പൂഞ്ഞാറുകാരനാണ്. എന്നെ സംബന്ധിച്ച് പാലാ രൂപതക്കാരനാണ്. ഞാൻ കർണങ്ങാട്ട് പിതാവിനെ കാണും. പിതാവ് അങ്ങനെ പറഞ്ഞ എന്താണ്? സ്വാഭാവികമായിട്ടും ഇന്നലെ മിനിങ്ങാന്നുമൊക്കെ ഉണ്ടായ വലിയ സമ്മർദ്ദങ്ങളായിരിക്കാം പിതാവ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് പിതാവിനോടൊരു വിഷമവുമില്ല. പക്ഷേ പിതാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വാഗതം ചെയ്യാണ്. തുറന്ന നിലപാട് സ്വീകരിക്കണം. അതാണ് PC ജോർജ് പറഞ്ഞ, ഞാൻ പറഞ്ഞില്ല, PC ജോർജ് പറഞ്ഞ വാക്കുകളുടെ ഏറ്റക്കുറച്ചിലും ഭാഷയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു അദ്ദേഹം പറഞ്ഞതിന് ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഉള്ള പ്രശ്നം എന്താ? ഇവരൊന്നും ആരുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, സഭയ്ക്ക് വേണ്ടി മിണ്ടാൻ ആരുമില്ലാത്തൊരു സമയത്ത്, തൻ്റെ പ്രതിച്ഛായ നോക്കാതെ, തൻ്റെ സ്ഥാനമാനങ്ങൾ നോക്കാതെ, തൻ്റെ വോട്ട് നോക്കാതെ സഭയ്ക്ക് വേണ്ടി പ്രതികരിച്ചത് ആരാ? PC ജോർജാണ്. ലൗചികത ഉണ്ടായപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലേ PC ജോർജിനെ സംഘടിതമായി ഇവിടുത്തെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും ആക്രമിച്ച് തോപ്പിച്ചത്? PC ജോർജിനെ തോപ്പിച്ചാരാ? അവരല്ലേ. എന്തുകൊണ്ടാണ്? ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്? സഭയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്, പൊതുസമൂഹത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരാളെ തോപ്പിക്കണമെന്ന് ആരെങ്കിലും സഭയ്ക്കുള്ളിൽ നിന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദനിക്കല്ലേ? മനുഷ്യനല്ലേ, നമ്മൾ കോൺഗ്രസ് അല്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വിഷമം ഉണ്ടാവും. മറ്റവരെ പോലെ അല്ലല്ലോ, നമുക്ക് ഈ നട്ടൽ അങ്ങനെ വളയ്ക്കാൻ പറ്റില്ല. നമ്മൾ ആ നട്ടൽ അങ്ങനെ തന്നെ നിൽക്കും.
നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ BJPയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലല്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ പാർട്ടിയെ ഞാൻ ഇന്ന് നിങ്ങളെ ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പത്രസമ്മേളനം വിളിച്ചല്ലോ, നിങ്ങളിവിടെ വന്ന് എന്നോട് എന്നാ പറയാനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായമാണ്. അത് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ പ്രസ്ഥാനം, ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിനോട് ചേർത്ത് വായിക്കും. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? എനിക്ക് പറയുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, റീസൺസ് ഉണ്ട്. ഈ അടിമത്തം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഈ സഭയും കുഞ്ഞാടുകളൊന്നും ഈ നാട്ടിൽ കാണില്ല. ഇപ്പോൾ പാലാ നിയോജകമണ്ഡലം 1,79,000 വോട്ടർമാരാണ് പാലാ നിയോജകമണ്ഡലത്തിലുള്ളത് ഈ പ്രാവശ്യത്തെ കണക്ക് പ്രകാരം. കഴിഞ്ഞ പ്രാവശ്യം 191 കണക്കിൽ തന്നെ 12,000 പോയി. വോട്ടിങ് ശരിക്കും അവിടെ നാട്ടിലുള്ള എത്രയാണെന്നറിയോ? 1.5 ലക്ഷത്തിൽ താഴെയാണ്. ആളില്ല. ഇങ്ങനെയാണെങ്കിൽ 15 കൊല്ലം കൊണ്ട് പാലായിലൊന്നും ആൾ കാണില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കണം. എന്താണ് സഭയ്ക്ക് സംഭവിക്കുന്നത്? എന്താണ് സഭാ സമൂഹത്തിന് സംഭവിക്കുന്നത്? ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടെ സഭയെയും സഭാവിശ്വാസികളെയും ഇല്ലാതാക്കുന്നു. ഇതൊന്നും ചിന്തിക്കാതെ അതാത് സമയത്ത് വരുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ കെണിയിൽ ദീപിക പോലെയുള്ള പത്രങ്ങൾ വീണു പോകുമ്പോൾ അതിനെതിരെ പറയാൻ ബാധ്യസ്ഥനായ ക്രൈസ്തവനാണ് ഞാൻ. കാരണം പള്ളിക്കകത്ത് കച്ചവടം ചെയ്ത കച്ചവടക്കാരെ ചാട്ടുവാറിനടിച്ച കർത്താവിശ്വമിശിഹ എൻ്റെ പിന്മുറക്കാരനാണ് ഞാൻ. അത് ഞാൻ ആ ചാട്ടവാർ എടുക്കുക തന്നെ ചെയ്യും. ഈ ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് BJP കഴിഞ്ഞ കുറെ നാളുകളായി. ഉണ്ടല്ലോ, ഞാനൊക്കെ ക്രൈസ്തവനല്ലേ. BJP ക്രൈസ്തവരെ മാത്രമല്ല സഹോദര, ക്രൈസ്തവരെ മാത്രമല്ല, മുസ്ലിങ്ങളെയും സിഖുകാരെയും ബുദ്ധമതക്കാരെയും ഈ ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളെയും കൂടെ നിർത്താൻ BJP ശ്രമിക്കുക തന്നെ ചെയ്യും. കാരണം കൂടെ നിർത്താതിരിക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ആരാ? കൈരളി. സ്വാഭാവികമായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾക്കെതിരെ ഞങ്ങൾ കൂടുതൽ വിജിലന്റ് ആയി പ്രവർത്തിക്കുമ്പോൾ അത് ഔട്ട്റീച്ച് എന്ന് പറയും. സഭയ്ക്കെതിരെ വിമർശനം, സഭയ്ക്കെതിരെ ആരെ വിമർശിച്ചേ? എപ്പോ പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് അറിയില്ല തോന്നി ഞാൻ സഭയെ വിമർശിച്ചു? ഞാൻ സഭയെ എന്തെങ്കിലും വിമർശിച്ചോ? ഞാൻ ദീപിയെ വിമർശിച്ചു. സഭയോ കടറങ്ങാട്ട് പിതാവിനെ ഞാൻ വിമർശിച്ചോ? കൈരളിക്ക് തോന്നും, അതെനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. വേറെ ആരും പറയണ്ട. സീറോ മലബാർ സഭ ഞാൻ എൻ്റെ പിതാക്കന്മാരെ എല്ലാ ഈ ആഴ്ച കാണും. എല്ലാ പിതാക്കന്മാരെ ഞാൻ കാണും. കാരണം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് അവരോട് പറയണ്ടേ? എനിക്ക് അതിന് കാര്യകാരണങ്ങളുണ്ട്. അനുനയ നീക്കമൊന്നുമല്ല. എന്തിനാ അനുനയത്തിന്റെ ആവശ്യം? ഞങ്ങൾ അവരുമായിട്ടൊരു പിണക്കമില്ലല്ലോ. എനിക്ക് പിതാക്കന്മാരെ ഇപ്പൊ ഞാൻ പറയാം, കല്ലറങ്ങാട്ട് പിതാവ് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. സ്വാഭാവികമായും എന്താണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ കാര്യം? ഞാൻ പിതാവിനെ കാണും, പിതാവിന്റെ കാര്യങ്ങൾ പറയും. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു? എനിക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. ഞാനും ഒരു വിശ്വാസിയാന്നേ, സത്യക്രിസ്ത്യാനിയാ. അപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം എൻ്റെ സഭാ സമൂഹത്തോടും ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോൾ അതിനെതിരെ നീക്കങ്ങൾ ഉണ്ടായാൽ അത് പ്രതിരോധിക്കാനും അത് പിതാക്കന്മാരുടെ അടുത്ത് പറയാനും ഒക്കെ എനിക്ക് ബാധ്യതയുണ്ടെന്ന്. ദീപികയ്ക്കകത്തുണ്ട്. സഭയ്ക്കകത്ത് അത് കടന്നുകൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി ചർച്ച ചെയ്യണം. അപ്പോൾ ദീപികയ്ക്കകത്തുണ്ട്, ഒരു സംശയം വേണ്ട. ദീപിക കച്ചവടം ചെയ്യാൻ അത് ഒന്നും വേണ്ട. ഇത് അറിയി പോയായിരുന്നു. ഫാരിസ് അബൂബക്കറിന്റെ കയ്യിൽ നിന്നല്ലേ ഈ സാധനം പിടിച്ചുകൊണ്ട് വന്നത്. അന്ന് ബഹളം ഉണ്ടാക്കിയതാരാ? ഫാരിസ് അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് ദീപിയെ തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹളം ഉണ്ടാക്കിയത് PC ജോർജാണ്. PC ജോർജ് മാത്രമായിരുന്നു. ആ ബഹളത്തിലാണ് ഇന്ന് ദീപിക തിരിച്ചു വന്നത്. നമ്മൾ ഒന്നുകൂടെ നോക്കട്ടെ ദീപിക നന്നാക്കാൻ പറ്റുമെന്ന്. ദീപിക എന്നും ക്രൈസ്തവരുടെ മുഖപത്രമായി തന്നെ നിലകൊള്ളുമ്പോൾ മാത്രമാണ് അതിന് അസ്തിത്വം ഉണ്ടാകുന്നത്. എന്നാലേ ദീപിക നിലനിൽക്കൂ. ദീപിക എന്നും ഉണ്ടാകണം. ദീപിക എല്ലാ കാലത്തും ഈ നാട്ടിൽ ഉണ്ടാകണം. അല്ല ദീപിക തകർക്കാന്നുള്ളല്ലോ ഉദ്ദേശം. ദീപിക അല്ലല്ല. ദീപിക എന്ന് പറയുന്ന സഭയെ നന്നാക്കാനൊന്നും ഷോൺ ജോർജ് വളർന്നിട്ടില്ല. സഭയുടെ ഭാഗത്തുനിന്ന് തെറ്റോ കുറ്റോ ഉണ്ടോ അതൊക്കെ നന്നാക്കാനൊക്കെ പറ്റുന്ന നല്ല തലമുതിർന്ന നേതൃത്വം അവിടെ ഉണ്ട്. പക്ഷെ ദീപികയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ മൂല്യച്യുതി ഇത് ചൂണ്ടിക്കാണിക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് ഞാൻ ചെയ്യും.